വിശദമായി കടക്കുമ്പോൾ സംസ്ഥാനത്ത് തൊഴിൽ തട്ടിപ്പിന് വിധേയരാവുന്ന നിരവധി യുവാക്കളുണ്ട്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ളതാണ് റഷ്യയിൽ വിവിധയിടങ്ങളിൽ കൂലിപ്പട്ടാളത്തിൽ പോയി കുടുങ്ങിപ്പോയ മലയാളികളുടെ അവസ്ഥ. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന സംഭവം വളരെ ഞെട്ടിക്കുന്നതാണ്. ബിനിൽ എന്ന യുവാവിന് മരണത്തിനിടയാക്കിയ ഉക്രൈൻ്റെ വ്യോമാക്രമണത്തിൽ മരണപ്പെട്ട യുവാവിൻ്റെ കഥ. അത് ഇന്നലെയാണ് അത് സംബന്ധിച്ച് സ്ഥിരീകരണം ഉണ്ടാവുന്നത്. പക്ഷേ ഞെട്ടിക്കുന്ന ചില വെളിപ്പെടുത്തൽ കൂടി അവിടെ നിന്ന് വരികയാണ്. റഷ്യയിൽ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി യുവാക്കൾക്ക് നേരെ നടന്നത് ഡ്രോൺ ആക്രമണമാണ്. ബിനിലും ജെയിനും സഞ്ചരിച്ചിരുന്നത് രണ്ട് സംഘങ്ങളായിട്ടാണ്. യാത്രാമധ്യേ ബിനിൽ മരിച്ചു കിടക്കുന്നതാണ് കണ്ടതെന്ന് ജെയിന്റെ വാട്സപ്പ് സന്ദേശം ന്യൂസ് 18 ലഭിച്ചു. രണ്ടരയായിരുന്നു പോയിണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോ അവിടെ മരിച്ചു കിടക്കണുണ്ട്. അപ്പൊ ഞാന് തിരിച്ചിട്ടപ്പോ വെടിവെച്ച പാടൊന്നല്ല കണ്ടത്. അവിടേക്ക് മുമ്പിലേക്ക് ആൾക്കാർ കയറിപ്പോണ്ടായിരുന്നു. അപ്പോൾ ഡ്രോൺ അറ്റാക്ക് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് എനിക്കും അപകടം ഉണ്ടായത്. ചേട്ടാ, ഇതെന്റെ 6ാമത്തെ ആശുപത്രിയാണ്. ഇവര് മാറ്റി വിട്ടോണ്ടിരിക്കും. എല്ലാരും പഴവല വഴിയായി പറ്റില്ല. ജെയിന്റെ വാട്സപ്പ് സന്ദേശമാണിത്. കുടുംബത്തിന് ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്ത സന്ദേശമാണ്. ശബ്ദത്തിൽ തന്നെ വ്യക്തമാണ് ജെയിന്റെയും അവസ്ഥ വളരെ ഗുരുതരമാണ്. രണ്ടുപേർക്കും വലിയ പരിക്കുകൾ പറ്റി. അതിനിടയിലാണ് ബിനിലിന്റെ മരണം സ്ഥിരീകരിച്ചുകൊണ്ടുള്ള അറിയിപ്പുകൾ ഇന്നലെ ലഭിക്കുന്നത്. ഡാൻ കുര്യൻ നമുക്കൊപ്പം ചേരുന്നു. ഡാൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ ഇത്തരത്തിൽ തൊഴിൽ തട്ടിപ്പിന് വിധേയരാകുന്ന റഷ്യയിൽ പോയി കുടുങ്ങിയ മലയാളികളുടെ അവസ്ഥ നേരത്തെ റിപ്പോർട്ട് ചെയ്തത്. നമുക്ക് തിരുവനന്തപുരത്തടക്കം ഇത്തരം അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. ഇത് തൃശ്ശൂർ സ്വദേശികളാണ്. ഈ ബിനിലിന്റെ മരണം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. അപ്പോൾ ജെയിന്റെ ഈ ഓഡിയോ സന്ദേശം വരികയും ചെയ്തു. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്? ഈ ഓഡിയോ സന്ദേശത്തിനപ്പുറം ഇത് സംബന്ധിച്ച് എന്താണ് നടന്നതെന്നുള്ളൊരു വ്യക്തത കുടുംബത്തിന് കിട്ടിയിട്ടുണ്ടോ? സജിത്ത്, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം മോസ്കോയിലെ ആശുപത്രിയിൽ വിശ്രമിക്കുന്ന ജെയിൻ ഇങ്ങനെയൊരു വാട്സാപ്പ് സന്ദേശം നമുക്ക് നൽകിയിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് വ്യക്തമായി സംസാരിക്കുന്നതിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഗികമായി മാത്രമാണ് സംസാരിക്കുന്നത്. സംസാരശേഷി ഭാഗികമായി മാത്രമേ ജെയിൻ വീണ്ടെടുത്തിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ 5-ാം തീയതിയാണ് 2 സംഘങ്ങളായി ബിനിലും ജെയിനും 2 സംഘങ്ങളായി റഷ്യൻ അതിർത്തിയിലൂടെ കൂലിപ്പട്ടാളത്തിന്റെ സേവനത്തിന് എന്നവണ്ണം ഈ യുദ്ധമുഖത്തേക്ക് പോയത്. അതിനിടയിൽ ഇവർക്ക് മുമ്പേ, അതായത് ജെയിൻ സഞ്ചരിച്ചിരുന്ന സംഘത്തിന് മുമ്പെയാണ് ബിനിലിന്റെ സംഘം പോകുന്നത്. അതിന് പിന്നാലെ അവർ വരികയായിരുന്നു. വരുന്നതിനിടയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഈ ആക്രമണത്തിൽ പരിക്കേറ്റ് മുറിവ് പറ്റി കിടക്കുന്ന ഒപ്പമുണ്ടായിരുന്നവർ ഇവർ കാണുന്നു. അങ്ങനെ കണ്ടവരെ സംശയം തോന്നി പരിശോധിക്കുന്നതിനിടയിലാണ് തണുത്ത് മരവിച്ച നിലയിൽ രക്തം കട്ട പിടിച്ച് ബിനില് വഴിയിൽ കിടക്കുന്നത് കാണുന്നത്. ഇയാൾ സ്തംഭിച്ചു പോയി. പെട്ടെന്ന് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു. പക്ഷേ അവിടെ നിന്ന് മറ്റ് നടപടിക്രമങ്ങളൊന്നും ഏകോപിപ്പിക്കാൻ കഴിയാതെ പോയ സാഹചര്യമായിരുന്നു. കാരണം അടിയന്തരമായി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള നിർദ്ദേശമാണ് മേലുദ്യോഗസ്ഥർ നൽകിയത്. അതുകൊണ്ട് ബിനിലുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും തിരക്കാൻ ജെയിന് സാധിച്ചിരുന്നില്ല. അങ്ങനെയാണ് ജെയിൻ അവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒപ്പമുണ്ടായിരുന്നവർക്കൊപ്പം രക്ഷപ്പെട്ട് നീങ്ങുന്നത്. അങ്ങനെ രക്ഷപ്പെട്ട് നീങ്ങുന്നതിനിടയിൽ ജെയിന്റെ സംഘത്തിന് നേരെ വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിലാണ് ജെയിൻ ഉൾപ്പെടെയുള്ളവർക്ക് ഗുരുതരമായി പരിക്കേൽക്കുന്നത്. അങ്ങനെ പരിക്കേറ്റാണ് ജെയിൻ ഇപ്പോൾ 6ാമത്തെ ആശുപത്രിയിലാണ്. അതായത് ഈ പരിക്കേറ്റതിന് ശേഷവും അവരെ നടന്നുകൊണ്ട് തന്നെ ഈ രക്ഷപ്പെട്ട് നീങ്ങാനാണ് നിർദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെ നീങ്ങുന്നതിന് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന കാര്യം ഉദ്യോഗസ്ഥരെ അറിയിച്ച പശ്ചാത്തലത്തിൽ ഉടൻ തന്നെ ജെയിനെ സമീപത്തുള്ള ഒരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അങ്ങനെ നിലവിൽ 6ാമത്തെ ആശുപത്രിയിലാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം താൻ വിശ്രമിക്കുന്നത് എന്നാണ് ജെയിൻ നമുക്ക് നൽകിയ വാട്സാപ്പ് സന്ദേശത്തിൽ ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ബിനിലിന്റെ മൃതദേഹം
എപ്പോൾ നാട്ടിലേക്ക് എത്തിക്കും എന്ന കാര്യത്തിലടക്കം അനിശ്ചിതത്വം തുടരുകയാണ്. ഇപ്പോഴും ഇത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും ലഭിച്ചിട്ടില്ല. ക്യാൻറ്റീൻ ജോലിക്ക് എന്ന പേരിലാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ അവരെ ഇവിടെ നിന്ന് സുഹൃത്ത് മുഖേന റഷ്യയിൽ എത്തിച്ചത്. റഷ്യയിൽ എത്തിയതിനു ശേഷം ചില കരാറുകളിൽ ജോലിക്ക് വേണ്ടി എന്ന പേരിൽ ചില കരാറുകളിൽ ഒപ്പുവെപ്പിക്കുന്നു. അങ്ങനെ ഒപ്പുവെപ്പിച്ചതിന് പിന്നാലെ ഈ കൂലിപ്പട്ടാളത്തിലേക്ക് സേവനത്തിനാണ് തങ്ങളെ ഇവിടെ എത്തിച്ചതെന്ന കാര്യം അപ്പോഴാണ് അവർ തിരിച്ചറിയുന്നത്. ഉയർന്ന ശമ്പളം വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു അവരെ അവിടേക്ക് എത്തിച്ചത്. അങ്ങനെ വലിയൊരു ആകർഷകമായ ശമ്പളത്തിൽ ജോലിയിൽ പ്രവേശിക്കാമെന്ന പ്രതീക്ഷയോടെയാണ് രണ്ട് കുടുംബങ്ങളുടെ പ്രതീക്ഷയായാണ് അടുത്ത ബന്ധുക്കൾ കൂടിയായ ജെയിനും ഒപ്പം തന്നെ ബിനിൽ ടി ബിയും വടക്കാഞ്ചേരി സ്വദേശിയായ ജെയിനും കുട്ടനെല്ലൂർ സ്വദേശിയായ ബിനിൽ ഇവർ രണ്ടുപേരും അവിടേക്ക് എത്തുന്നത്. അവിടെ എത്തിയതിനു ശേഷം പക്ഷേ ഒരിക്കലും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ദുരനുഭവങ്ങളിലൂടെയാണ് ഈ യുവാക്കൾക്ക് കടന്നു പോകേണ്ടി വന്നത്. അതിനൊടുവിൽ ഇപ്പോൾ ഒപ്പമുണ്ടായിരുന്ന ഒരാളെ നഷ്ടപ്പെട്ട് ജെയിൻ തനിച്ചായ അവസ്ഥ. എപ്പോൾ ഈ നാട്ടിലേക്ക് തിരികെ വരാനാകുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. വളരെ വേദന ഉളവാക്കുന്ന വാക്കുകളിലൂടെയാണ് താനിപ്പോൾ നേരിടുന്ന ദുരനുഭവം ജെയിൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടലിൽ എംബസി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ വേണം തിരികെ ഈ മൃതദേഹം എത്തിക്കാൻ. അതോടൊപ്പം ജെയിനെയും നാട്ടിലെത്തിക്കാൻ, അടിയന്തരമായ ചികിത്സയ്ക്ക് വിധേയമാക്കാൻ. അവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജെയിൻ ഉള്ളത്. അതോടൊപ്പം വേദനയിലുള്ള ബിനിലിന്റെ കുടുംബമുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഈ രണ്ടു പേർക്ക് പുറമെ നിരവധി ഇന്ത്യൻ പൗരന്മാർ സമാനമായ തരത്തിൽ കബളിപ്പിക്കപ്പെട്ട് റഷ്യയിൽ യുക്രൈൻ അതിർത്തിയിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. അവരെ ഈ രാജ്യത്തേക്ക് തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി ഊർജിതമാക്കിയില്ല എങ്കിൽ ബിനിലിന് സംഭവിച്ച അതേ ദുരനുഭവം മറ്റുള്ളവരെയും കാത്തിരിക്കുകയാണെന്നൊരു മുന്നറിയിപ്പ് കൂടിയാണ് കഴിഞ്ഞ ദിവസം ഉക്രൈന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ വ്യോമാക്രമണത്തിലൂടെ വ്യക്തമാകുന്നത്. ഡാൻ, ഒരു കാര്യം കൂടിയുള്ളത്, ഈ ഇത് സംബന്ധിച്ച്, കാരണം ഈ രണ്ട് യുവാക്കളും ദീർഘനാളുകളായി കുടുങ്ങിക്കിടക്കുന്നു. അത് സംബന്ധിച്ച കുടുംബത്തിന്റെ ആശങ്കകളൊക്കെ പങ്കുവയ്ക്കുകയും അധികൃതരുടെ ഇടപെടലുകൾ ഉണ്ടാവുകയും റഷ്യൻ അംബാസഡറുമായുള്ള കൂടിക്കാഴ്ചകളും ആശയവിനിമയങ്ങളും നടക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഇവരെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾക്കിടയിലാണോ ഇവർക്ക് ഈ ഷെല്ലാക്രമണം ഉണ്ടാവുന്നത്? അതാണോ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത് സാഹചര്യം? സൈത്ത കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഈ ക്യാൻറ്റീൻ ജോലിക്ക് എന്ന പേരിൽ തൃശ്ശൂർ തന്നെയുള്ള ഒരു സുഹൃത്ത് മുഖേന ഇവർ രണ്ടുപേരും റഷ്യയിലെത്തിയത്. അതിനുശേഷം കബളിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞ് തിരികെ നാട്ടിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പലതവണ ഇവർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ അവരുടെ ദുരിതങ്ങൾ പങ്കുവച്ചിരുന്നതാണ്. അതിനിടയിൽ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ഇടപെടലുണ്ടാകുന്നു. അവർക്ക് നാട്ടിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം വാഗ്ദാനം ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഊർജിതമാക്കുകയും ചെയ്യുന്നു. അത് പുരോഗമിക്കുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ദിവസം റഷ്യയുടെ അതിർത്തിയിൽ യുദ്ധമുഖത്ത് തുടരുകയായിരുന്ന ജെയിനും ബിനിലും അവർ രണ്ടുപേരും സഞ്ചരിച്ചിരുന്ന രണ്ട് സംഘങ്ങൾക്ക് നേരെ ഈ വ്യോമാക്രമണം ഉണ്ടാകുന്നത്. ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത്. ആ ഡ്രോൺ ആക്രമണത്തിൽ നിരവധി പേർ മരിച്ചു. എനിക്ക് നൽകിയിരിക്കുന്ന സന്ദേശത്തിൽ ജെയിൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന ആരും ഇപ്പോഴില്ല, അവരെ സംബന്ധിച്ച് ഒരു വിവരങ്ങളുമില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ വലിയൊരു ആക്രമണം തന്നെയാണ് ഉക്രൈൻ്റെ ഭാഗത്ത് നിന്ന് റഷ്യക്ക് നേരെ റഷ്യൻ അതിർത്തിയിൽ അപ്പോൾ ഉണ്ടായത്. അവിടെ ഇന്ത്യൻ പൗരന്മാരുണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, റഷ്യൻ പട്ടാളത്തിൽ ഉൾപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. ആ ഒരു വലിയ സംഘത്തിന് നേരെയാണ് ഈ ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നത്. അവിടെ ജീവനോടെ ഇനി ആരും ശേഷിക്കാൻ ബാക്കിയില്ല എന്ന് കൂടി ഈ സന്ദേശത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ജെയിൻ. അവിടെ ഈ ഒരു ആക്രമണം ഉണ്ടായതിന് പിന്നാലെയാണ്, തൊട്ടു പിന്നാലെയാണ് ജെയിനും ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തുക്കളും ഈ സംഘങ്ങളും അവിടേക്ക് ഈ യുദ്ധമുഖത്തേക്ക് ഈ ആക്രമണം ഉണ്ടായ വിവരമൊന്നും അറിയാതെ എത്തുന്നത്. അങ്ങനെ പോകുന്നതിനിടയിലാണ് പരിക്കേറ്റ് കിടക്കുന്ന ഒപ്പമുണ്ടായിരുന്നവരെ കാണുന്നത്. അവർ രക്തം കട്ടപടച്ച നിലയിൽ അതായത് തിരിഞ്ഞു കിടക്കുകയായിരുന്നു. മറിച്ച് ഇത് ആരൊക്കെയാണ് എന്ന് നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. അപ്പോഴാണ് ഇത് ബിനിലാണ്, തണുത്ത് മരച്ച് കിടക്കുകയാണ്, രക്തം കട്ടപിടിച്ചിരിക്കുകയാണ്, ബിനിലാണെന്ന് അറിയുന്നത്. പക്ഷേ ആ ഒരു വൈകാരികമായ സ്നേഹപ്രകടനങ്ങൾക്കൊന്നും അല്ലെങ്കിൽ അവിടെ നിന്ന് ശരീരം ഒന്ന് നീക്കാൻ പോലും കഴിയാത്ത തരത്തിലായിരുന്നു സാഹചര്യം. ഉടൻ തന്നെ അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശം മാത്രമാണ് ഉദ്യോഗസ്ഥർ നൽകിയത്. അങ്ങനെ മാറാൻ ശ്രമിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നീങ്ങുന്നതിനിടയിലാണ് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. ആ ആക്രമണത്തിൽ ജെയിനും ഒപ്പമുണ്ടായിരുന്നവർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നു. ജെയിനെ അടിയന്തരമായി അടുത്തുള്ള ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നു. ആ ആശുപത്രിയിൽ നിന്ന് തുടർച്ചയായി 6ാമത്തെ ആശുപത്രിയിലേക്ക് ഈ വേദന തിന്നു കഴിയുന്ന ജെയിനെ ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ്. അവിടെയാണ് ഭാഗികമായി സംസാരശേഷി വീണ്ടെടുത്ത ജെയിൻ നമ്മളോട് ഈ ദുരനുഭവം പങ്കുവെച്ചത്. ഒരുപക്ഷെ അത് ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ യാതന എത്രത്തോളമാണെന്ന് ജെയിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തവുമാണ്. യെസ്, ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജെയിൻ കുടുംബവുമായി പങ്കുവെച്ച അവിടുത്തെ ആശങ്ക നമുക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. അവിടുത്തെ സാഹചര്യം രണ്ടു പോയിണ്ടായിരുന്നത്. ഞാൻ നോക്കിയപ്പോ വീട്ടുകാരനവിടെ മരിച്ച
മരിച്ചു കിടക്കണമെന്ന് ഞാന് തിരിച്ചിട്ടപ്പോ വെടിവെച്ച പാടൊന്നും കണ്ട് അവിടേക്ക് മുമ്പിലേക്ക് ആൾക്കാര് കയറിപ്പോണ്ടായിരുന്നു. അപ്പൊ ഡ്രോൺ അറ്റാക്ക് ആണുണ്ടായത്. അത് കഴിഞ്ഞ് പോകുമ്പോഴാണ് എനിക്കും അപകടം ഉണ്ടായത്. ചേട്ടാ, ഇതെന്റെ 6ാമത്തെ ആശുപത്രിയാണ്. ഇവര് മാറ്റി വിട്ടോണ്ടിരിക്കും. എല്ലാരും പല വൈക്കായി പറ്റില്ല. യെസ്, അതാണ് ജയിൻ്റെ ശബ്ദ സന്ദേശം. അവിടുത്തെ സാഹചര്യം അതീവ ഗുരുതരമെന്നതാണ് സാഹചര്യം. ഡാൻ, ഒരു കാര്യം, ഈ ജെയിൻ ഇപ്പോൾ ഈ ഉക്രൈനിലെ റഷ്യൻ അധിനിവേശ മേഖലയിൽ നിന്ന് മോസ്കോയിലേക്ക് തിരിച്ചെത്തി എന്നതാണോ ആണല്ലോ അവസാന റിപ്പോർട്ടുകൾ? അതായത് മോസ്കോയിലെ ആശുപത്രി, ഈ പറയുന്ന സൂചിപ്പിക്കുന്ന രീതിയിലുള്ള 6 ആശുപത്രികൾ മാറി മാറി ഇപ്പോൾ മോസ്കോയിലെത്തി എന്നതാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് ജെയിനെയെങ്കിലും നാട്ടിലെത്തിക്കാൻ എന്ത് നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നതാണ്. അധികൃതർക്ക് എന്തെങ്കിലും ബന്ധപ്പെട്ട് അത്തരം വിവരങ്ങൾ ലഭ്യമാവുന്നുണ്ടോ? ഒപ്പം കുടുംബം ഈ തരത്തിൽ ഇപ്പോൾ എന്ത് മൂവ്മെന്റ് ആണ് നടത്തുന്നത്? സൈത്ത്, ഇതിൽ ഏറ്റവും വേദന ഉളവാക്കുന്ന കാര്യം 3 ദിവസം മുമ്പ് നമ്മൾ തന്നെയാണ് ഈ യുവാക്കൾക്ക് നേരെ ആക്രമണം ഉണ്ടായി എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ മരണം സംഭവിച്ചിട്ടുണ്ട് എന്ന ശബ്ദ സന്ദേശം അന്ന് തന്നെ നമുക്ക് ലഭിച്ചതായിരുന്നു. പക്ഷേ നമ്മളത് പുറത്തുവിടാതിരുന്നത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം എംബസിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടില്ലാത്തതിനാലാണ്. ഇന്നലെ ഉച്ചയോടെയാണ് ഈ സ്ഥിരീകരണം എംബസിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എംബസി അധികൃതർ ബെനിലിന്റെ ഭാര്യയെ ഫോണിൽ ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തത്. പക്ഷേ ഈ ഇത്രയധികം, അതായത് ഈ പ്രൊസീജിയറിൽ ഒരു ഡിലേ ഉണ്ടാകുന്നു. ആ ഡിലേ ഉണ്ടാകുന്നത് മൂലം അവിടെ കുടുങ്ങിക്കിടക്കുന്നവരുടെ സ്ഥിതി കൂടുതൽ അപകടകരമാകുന്ന തരത്തിലേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ആശങ്ക തന്നെയാണ് ജയിൻ്റെ വാക്കുകളിൽ നിറയുന്നത്. നമുക്കറിയാം, ഈ ഡ്രോൺ ആക്രമണം എന്ന് പറയുമ്പോൾ സാധാരണ ഒരു അപകടത്തിൽപ്പെടുന്ന സാഹചര്യമല്ല. മാരകമായ പരിക്കാണ് ശരീരത്തിലേറ്റത്. അതിനുശേഷം ഒരേ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് ഇങ്ങനെ മാറ്റി 6 ആശുപത്രികളിലെത്തി. ഏത് ആശുപത്രിയിൽ വെച്ചാണ് ശസ്ത്രക്രിയ പൂർത്തിയാക്കിയതെന്ന് പോലും വ്യക്തമായ ഒരു ധാരണ ജയിനില്ല. അതാണ് വസ്തുത. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. കൂടുതൽ മികച്ച സൗകര്യങ്ങൾക്ക് വേണ്ടി എന്ന പേരിലാണ് ഓരോ ആശുപത്രിയിൽ നിന്ന് മറ്റേ ആശുപത്രിയിലേക്ക് മാറ്റുന്നതെങ്കിലും അതിന് നേരിടേണ്ടി വരുന്ന വ്യതകൾ ചെറുതല്ല. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ജയിലിനെയെങ്കിലും തിരികെ നാട്ടിലേക്ക് ജീവനോടെ എത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ വിദഗ്ധ ചികിത്സയ്ക്ക് നാട്ടിൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ കഴിയുകയുള്ളൂ. അവിടെയാണ് നമ്മുടെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെയും നോർക്ക റൂട്ട്സിൻ്റെയും ഒക്കെ ഇടപെടൽ അനിവാര്യതയായി മാറേണ്ടത്. ഏത് തരത്തിലുള്ള ഇടപെടലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തമായൊരു ധാരണ അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബിനിലിന്റെ മൃതദേഹം എപ്പോൾ നാട്ടിലെത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു ഉത്തരവും കൃത്യമായി നൽകിയിട്ടില്ല എംബസി അധികൃതർ. അതായത് അതിന് റഷ്യൻ അധികൃതരുമായി മോസ്കോയിലുള്ള കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് മറ്റ് ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മാത്രമേ ബിനിൽ ടിബിയുടെ മൃതദേഹം എപ്പോൾ നാട്ടിലേക്ക് വിട്ടുകിട്ടും എന്ന കാര്യത്തിലേക്ക് ഒരു സ്ഥിരീകരണം ഉണ്ടാകുകയുള്ളൂ. പക്ഷേ അവിടെ ഏറ്റവും കൂടുതൽ വേദനാജനകമായ ഒരു സാഹചര്യം, സമാനമായ തരത്തിൽ കുടുങ്ങിക്കിടക്കുന്ന പരിക്കേറ്റ നിരവധി പേരുണ്ട്. അതിൽ ഒരാൾ മാത്രമാണ്, ഒരു ഇന്ത്യൻ പൗരൻ മാത്രമാണ് ജെയിൻ. വേറെയും ഇന്ത്യക്കാർ ഇങ്ങനെ കബളിപ്പിക്കപ്പെട്ട് കൂലിപ്പട്ടാളത്തിൽ ചേർന്ന് റഷ്യയിൽ യുദ്ധമുഖത്ത് സേവനമനുഷ്ഠിക്കുന്നുണ്ട്. അവരെ കൂടി നാട്ടിലെത്തിക്കേണ്ടതിന്റെ അനിവാര്യതയിലേക്കാണ് ഈ ഒരു അപകടം വിരൽ ചൂണ്ടുന്നത്. തുടരുക. മോഹൻ വർഗീസ്, വിദേശകാര്യ വിദഗ്ധൻ കൂടി നമുക്കൊപ്പമുണ്ട്. ശ്രീ മോഹൻ വർഗീസ്, നമ്മൾ റഷ്യയിൽ കുടുങ്ങിയ മലയാളികളുടെ അവസ്ഥ മുമ്പും പലവട്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ഈ തൃശ്ശൂർ സ്വദേശിയിൽ ഒരാൾ മരണപ്പെട്ടു എന്നതാണ് ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുന്നത്. ഒപ്പം കൂടെ ഉണ്ടായിരുന്നയാൾക്ക് ഗുരുതരമായ പരിക്കേറ്റാണ്. അയാൾ നാട്ടിലേക്ക് എത്തിക്കാൻ ഇതുവരെയും ശ്രമങ്ങൾ നടക്കുന്നില്ല. നമ്മുടെ നോർക്ക പോലെയുള്ള ഏജൻസികൾ പലവട്ടം വാണിംഗ് നൽകിയിട്ടുണ്ട്. കാരണം ഇത്തരം തൊഴിൽ തട്ടിപ്പുകൾ നിരന്തരം നടക്കുന്നുണ്ട് എന്നതാണ്. പക്ഷേ ആളുകൾ പുതിയ തൊഴിൽ സാധ്യതകൾ തേടുമ്പോൾ ഇത്തരം തട്ടിപ്പിന് വിധേയമാവുകയാണ്. നമുക്ക് ഈ റഷ്യയുടെ സാഹചര്യം എന്താണ്? ഇവരെ തിരികെ എത്തിക്കാൻ എന്ത് ഇടപെടലാണ് നടത്താനാവുക? ഇവിടെ റഷ്യയുടെ കാര്യത്തിൽ സംഭവിക്കുന്നത്, ദീർഘകാലമായി തുടരുന്ന യുദ്ധം, യുക്രൈനുമായി തുടരുന്ന യുദ്ധത്തിൽ റഷ്യക്ക് വലിയ തോതിലുള്ള മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട് സൈന്യത്തിലേക്ക്. അതിന് റഷ്യയുടെ ഔപചാരികമായ സൈനിക സംവിധാനം പോരാതെ വരുന്നു. അതുകൊണ്ടാണ് മെർസനറീസിനെ തിരക്കി റഷ്യ നീങ്ങുന്നത്. അതിലൊരു ഭാഗമെന്ന് പറയുന്നത് പ്രഗോഷിൻ നേതൃത്വം നൽകിയ വാഗ്നർ ആർമിയാണ്. അപ്പൊ വാഗ്നർ സൈന്യത്തിന്റെ ഒരു പോരാട്ടങ്ങളും ഒക്കെ നമ്മൾ കണ്ടതാണ്. ഉക്രൈൻ ഉൾപ്പെടെ ആഫ്രിക്കയിലെ പല സ്ഥലങ്ങളിലും അതുപോലെ മധ്യേഷ്യയിലും എല്ലാം തന്നെ വാഗ്നർ സൈന്യത്തിന്റെ പ്രവർത്തനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രഗോഷിൻ കാലയവനിക്കുള്ളിൽ പറഞ്ഞിരിക്കുന്നു. അപ്പോഴും റഷ്യക്ക് മാൻ പവർ റിക്വയർമെന്റ് ഉണ്ട്.
ആ മാൻ പവർ റിക്വയർമെന്റ് റഷ്യ നിറവേറ്റുന്നത് അനൗപചാരികമായി സംഘടിപ്പിക്കുന്ന മെഴ്സനറീസ്, കൂലിപ്പട്ടാളം എന്ന് വേണമെങ്കിൽ പറയാം, കുപ്പിണിപ്പട്ടാളം അല്ലെങ്കിൽ കൂലിപ്പട്ടാളം അങ്ങനെയൊക്കെ പറയുന്ന മെഴ്സനറീസ്. അത് തൊഴിൽ തേടി വല്ലാതെ അലയുന്ന യുവാക്കളെ പെട്ടെന്ന് ആകർഷിക്കാം. അതിന് ഏജൻസ് ഉണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും, മലയാളികൾ മാത്രമല്ല, ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും തൊഴിൽ തേടിയുള്ള യാത്ര എത്തി നിൽക്കുന്നത് റഷ്യയുടെ മണ്ണിലാണ്. അവരെ കാര്യമായ സൈനിക പരിശീലനമൊന്നും ഇല്ലാതെ തന്നെ യുദ്ധമുന്നണിയിലേക്ക് പറഞ്ഞയക്കുകയാണ്. അങ്ങനെ ചിലർ കൊല്ലപ്പെടുന്നു. അങ്ങനെ ഈ വലിയ ഓഫർക്ക് നൽകിയാണ് ആളുകൾ ഏജന്റുമാർ കൊണ്ടുപോകുന്നത്. അവിടെ ചെന്ന് അവർ കൃത്യമായി വഞ്ചിക്കപ്പെടുകയാണ്. അതിൽ ഒരാൾ ഇപ്പൊ ഡ്രോൺ ആക്രമണത്തിൽ തൃശൂർ സ്വദേശി മരിച്ചു എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ച ഒരു കാര്യമാണ്. ഇത് വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണതയാണ്. രാജ്യങ്ങൾ, പ്രത്യേകിച്ച് റഷ്യയാണ് അതിനോട് ലീഡ് റോള് വഹിക്കുന്നത്. സ്വന്തം രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ചെലവ് ചുരുക്കുകയും ഔട്ട്സോഴ്സ് ചെയ്യുകയും ഫൈറ്റേഴ്സിനെ ഉൾപ്പെടെ അല്ലെങ്കിൽ ആർമി പേഴ്സണലിനെ ഉൾപ്പെടെ ഔട്ട്സോഴ്സ് ചെയ്യുകയും ചെയ്യുന്ന പ്രവണത വ്യാപകമാവുകയാണ്. അതിൽ ഇനിയും വഞ്ചിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇതേക്കുറിച്ച് ജാഗ്രതയും അവയർനെസ്സുമാണ് ആവശ്യം. അത് നൽകാനുള്ള സംവിധാനം ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണം. ഇത് ഔപചാരിക സംവിധാനത്തിലൂടെ മാത്രമേ ഇങ്ങനെയുള്ള കടത്തുകൾ, മനുഷ്യക്കടത്താണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ മനുഷ്യക്കടത്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അവർക്ക് നല്ല ജോലി, സൈന്യ സേവനം എന്ന് പറഞ്ഞല്ല അവരെ കൊണ്ടുപോകുന്നത്. നല്ല ജോലിയെല്ലാം വാഗ്ദാനം ചെയ്ത് കൊണ്ടുപോവുകയാണ്. അവിടെ എത്തിക്കഴിയുമ്പോൾ ഏജന്റിന്റെ വിധം മാറുകയാണ്. അങ്ങനെ വഞ്ചിക്കപ്പെടുന്ന നൂറുകണക്കിന് യുവാക്കൾ നമ്മുടെ നാട്ടിലും ചുറ്റുപാടുമുണ്ട്. അത് ഗവൺമെന്റ് വേണ്ട രീതിയിൽ ശ്രദ്ധ ചെലുത്തേണ്ട വിഷയം തന്നെയാണ്. ഈ എന്തുകൊണ്ടാണ് ഈ ഒരു സാഹചര്യം, നമ്മൾ ഈ റഷ്യ യുക്രൈൻ സംഘർഷം, ആ സംഘർഷത്തിന്റെ വലിയ ഏറ്റുമുട്ടൽ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പൊതുവിൽ വിലയിരുത്തുന്ന ഒരു ഘട്ടമാണ്. പക്ഷേ ഇപ്പോഴും അതിരൂക്ഷമായ സംഘർഷ സാഹചര്യങ്ങൾ തന്നെയാണോ? അങ്ങനെയെങ്കിൽ കൂടുതൽ മലയാളികൾ അടക്കം അവിടെ ഉണ്ട് എന്ന് നമുക്ക് കരുതേണ്ടി വരുമോ? കൂടുതൽ മലയാളികൾ ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് കരുതേണ്ടി വരുന്നത് ഈ ഘട്ടത്തിൽ. കാരണം ഇതിന്റെ എല്ലാം ഔപചാരികമായി റഷ്യയിലേക്ക് കടന്നു പോയത് ജോലിക്ക് വേണ്ടി പോയി എന്ന് കരുതപ്പെടുന്നതിന്റെ ഒരു നല്ല പങ്ക് യഥാർത്ഥത്തിൽ യുദ്ധ മുന്നണിയിലാണ് പ്രവർത്തിക്കുന്നത്. അവർ അഭിമാനക്ഷതം കാരണം അവരത് പുറത്തു പറയാറില്ല, അല്ലെങ്കിൽ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ പലപ്പോഴും അറിയാറില്ല. ഇപ്പൊ പലപ്പോഴും ഓക്സിലറി സർവീസിന്റെ രൂപത്തിലാണ് സൈന്യത്തിന്റെ സേവനം. യഥാർത്ഥത്തിൽ ഫൈറ്റിംഗ് മാത്രമായിരിക്കില്ല, തോക്കെടുത്തുകൊണ്ടുള്ള ഫൈറ്റിംഗ് മാത്രമായിരിക്കില്ല. സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുക, ലോജിസ്റ്റിക്കൽ, ഡ്രൈവിംഗ് എന്ന് വേണ്ട അങ്ങനെയുള്ള പല കാര്യങ്ങളിലും ഇൻവോൾവ്. പക്ഷെ ഹൈ റിസ്ക് കാറ്റഗറിയാണ്. ഇതൊരു വലിയൊരു ട്രെൻഡിന്റെ ഭാഗമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഏജൻസികൾ പ്രവർത്തിക്കുന്നു, റിക്രൂട്ടിംഗ് ഏജൻസികൾ. റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ശരിയല്ല, ഈ കടത്ത് ഏജൻസികൾ. ഈ ഏജൻസികൾ നിരീക്ഷണ വിധേയമാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. ഈ പ്രവണത വർദ്ധിക്കുന്നുണ്ട്. കാരണം റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ, പ്രത്യേകിച്ച് ഒരു ലുഹാൻസ്, ഡൊണസ്ക് മേഖലയിൽ ഇപ്പോഴും യുദ്ധമുണ്ട്. റഷ്യൻ അധിനിവേശം അവിടെ ഉക്രൈനിൽ ഇപ്പോഴുമുണ്ട്. അത് മാത്രമല്ല, ഉക്രൈൻ റഷ്യക്ക് നേരെയും ആക്രമണം നടത്തുന്നു. റഷ്യയുടെ മണ്ണിൽ കയറി ചെറിയൊരു ഭാഗം വളരെ ചെറിയൊരു ഭാഗം ഉക്രൈൻ പിടിച്ചടക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഫേസ് സേവിംഗ് ഫോർമുല രണ്ട് രാജ്യങ്ങളും ചേർന്ന് നേടിയെടുത്തില്ല എങ്കിൽ യഥാർത്ഥത്തിൽ ഈ യുദ്ധം ഒരു പ്രൊട്രാക്റ്റഡ് കോൺഫ്ലിക്റ്റ് എന്ന നിലയിൽ തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കൂടുതൽ മെർസനറീസിന് ആവശ്യം വരും. ഇതേ പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കാനാണ് സാധ്യത. നോക്കൂ, ഈ തൃശ്ശൂരെ 2 യുവാക്കളുടെ കാര്യം പരിശോധിക്കുമ്പോൾ കഴിഞ്ഞ ഏപ്രിലാണ് അവരിവിടുന്ന് പോകുന്നത്. ഏകദേശം 9 മാസത്തോളമായി. അതായത് ഈ ഇത്തരം വാർത്തകൾ വന്നുകൊണ്ടിരുന്ന ഘട്ടത്തിലാണ് അവർ അങ്ങോട്ടേക്ക് പോയത്. യഥാർത്ഥത്തിൽ റഷ്യയിലേക്ക് അവർ പോയത് കൂലിപ്പട്ടാളത്തിലേക്കല്ല, മറിച്ച് മറ്റ് തൊഴിൽ സാധ്യതകൾ തേടിയാണ് അവർ പോയത്. അവിടെ എത്തിയപ്പോഴാണ് ഈ ഒരു അവസ്ഥയിലേക്കാണ് പോയതെന്ന് അറിയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഈ വാർത്തകളൊക്കെ വരികയും ജാഗ്രതാ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നതിനിടയിലും വീണ്ടും തൊഴിൽ തട്ടിപ്പ് നടക്കുന്നുണ്ട് ഒരു വശത്ത് എന്ന് കരുതണം, അല്ലേ? അങ്ങനെ കരുതണം. കാരണം ഇതൊരു അടിസ്ഥാന വിഷയമാണ്. അടിസ്ഥാന വിഷയം റഷ്യയെ കുറ്റപ്പെടുത്തിയിട്ട് മാത്രം കാര്യമില്ല. ഇവിടുത്തെ അടിസ്ഥാന വിഷയം തൊഴിലില്ലായ്മയാണ്. ഇവിടെ നമ്മുടെ സംവിധാനത്തിന് ഈ അഭ്യസ്തവിദ്യരായ വ്യക്തികൾക്ക്, ചെറുപ്പക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും നാട് വിട്ടു പോകണം, തൊഴിലിടങ്ങൾ തേടി പോകണം. ആ തൊഴിലിടങ്ങൾ തേടി പോകുമ്പോൾ അവർക്ക് നൽകപ്പെടുന്ന വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നിശ്ചിത തുക ശമ്പളം, താമസ സൗകര്യങ്ങൾ, നാട്ടിലേക്ക് അയക്കാനുള്ള ഒരു തുക എന്നിവയെല്ലാം തന്നെ, യാത്രാ സൗകര്യങ്ങൾ, ഇതെല്ലാം തന്നെ ഓഫർ ചെയ്താണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവർക്ക് പ്രോമിസ് ചെയ്യുന്ന കാര്യമല്ല അവർക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. അവരുടെ പാസ്പോർട്ട് തടഞ്ഞു വയ്ക്കുന്നു, അവരുടെ യാത്രാ രേഖകളൊന്നും തന്നെ വിട്ടുകൊടുക്കുന്നില്ല. അങ്ങനെ അവരവിടെ ഒരു പരിധിയിൽ പെട്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവർക്ക് നാട്ടിലെ ബന്ധുക്കളുമായിട്ട് വേണ്ട രീതിയിൽ ആശയവിനിമയം നടത്താൻ തന്നെ കഴിയുന്നില്ല. ഇനി മനസ്സിലായാൽ തന്നെ നാട്ടിലെ ബന്ധുക്കൾ വിഷമിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവർ പലരും പുറത്ത് പറയാറില്ല. തങ്ങൾ ആയിരിക്കുന്ന ഒരു അന്തരാള അവസ്ഥയെക്കുറിച്ച് അവർ പുറത്ത് പറയില്ല. കാരണം നാട്ടിലേക്ക് തിരിച്ചു വന്നാലും വലിയ രക്ഷയില്ല. കാരണം തൊഴിലില്ലാതെ അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ടി വരും. ഇതൊരു അടിസ്ഥാന വിഷയമായി വന്നതുകൊണ്ട് റിക്രൂട്ടിംഗ് ഏജൻസികൾ കൃത്യമായ വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഔപചാരിക മാർഗത്തിലൂടെ അല്ലാതെ
ആളുകളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന റഷ്യ ഉൾപ്പെടെയുള്ള അപകടകരമായ മേഖലയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സമയമായി. അതോടൊപ്പം തന്നെ ആഭ്യന്തരമായി തൊഴിൽ ജനറേറ്റ് ചെയ്യാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നതാണ് വിശാലമായ അർത്ഥത്തിലുള്ള പരിഹാരമാർഗം. അത് ഉടനടി സാധ്യമാകുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇത് പല തലങ്ങളുള്ള ഒരു മൾട്ടി ഡയമെൻഷനൽ ഒരു പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്നത്. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് സാഹചര്യങ്ങൾ വിശദീകരിച്ചതിന്. ഡാൻ കുര്യൻ, ഡാൻ ഒരു കാര്യം കൂടി, ഡാനുമായി അവസാനം ഈ ജയിൻ്റെ ആശയവിനിമയം നടക്കുന്നത് എന്നാണ്? ഇന്നലെ രാത്രിയാണോ? അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യവും അത് സംബന്ധിച്ചൊരു വ്യക്തത ജെയിൻ വരുത്തിയിട്ടുണ്ടോ? സൈത്ത്, ഇന്നലെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്കാണ് അവസാനമായി ജെയിൻ നമുക്ക് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. വാട്സപ്പിൽ അദ്ദേഹത്തിൻ്റെ ദുരനുഭവങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എനിക്ക് സന്ദേശങ്ങൾ അയച്ചത് ഇന്നലെ വൈകിട്ട് 7 മണിക്കാണ്. അതിനുശേഷം രാത്രി വൈകി ഞാൻ പിന്നെയും ജെയിനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഫോൺ ഉപയോഗിക്കുന്നതിലും ചില നിയന്ത്രണങ്ങൾ അവർക്ക് നേരത്തെ മുതൽ ഉണ്ട്. ഒരുപക്ഷേ മറ്റുള്ളവർ അറിയാതെയാണോ ഈ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ ഈ ചിത്രങ്ങളൊക്കെ പകർത്തി എനിക്ക് അയക്കുന്നതെന്ന കാര്യവും സംശയമുണ്ട്. ഈ ഒപ്പമുള്ള ആളുകൾ ഈ സൈന്യവുമായി ബന്ധം ഉള്ള ആളുകൾ തന്നെയാണ് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചാൽ അത് അവർക്ക് ഭീഷണിയാകുമോ എന്നൊരു ഉൾഭയം ജെയിൻ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവെക്കാൻ തയ്യാറാകാത്തതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ വൈകിട്ടാണ് അവസാന സന്ദേശം ജെയിൻ്റെ വാട്സപ്പ് നമ്പറിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ പറയുന്ന പ്രകാരം 6ാമത്തെ ആശുപത്രിയിൽ ജെയിൻ ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായതിനു ശേഷം ചികിത്സയിൽ തുടരുകയാണ്. ബിനിലിനെ സംബന്ധിച്ച് ഒരു വിവരങ്ങളുമില്ല. ഒപ്പം ഉണ്ടായിരുന്ന ആരെക്കുറിച്ചുമുള്ള ഒരു സൂചനകളുമില്ല. അത്തരത്തിലുള്ള ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായതെന്നാണ് ഈ വാട്സാപ്പ് സന്ദേശത്തിൽ ജെയിൻ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഗുരുതരമായ സാഹചര്യമാണ്. മലയാളി യുവാക്കളടക്കം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിരവധി ആളുകളാണ് അവിടെ തൊഴിൽ തട്ടിപ്പിന് വിധേയമായി ഈ കൂലിപ്പട്ടാളത്തിൽ പൊഴുന്നത്. പലരും ജീവഭയത്താൽ കഴിയുകയാണ്. ചിലർ യഥാർത്ഥ വസ്തുത കുടുംബാംഗങ്ങളുമായി പങ്കുവെക്കുന്നില്ല. ഇപ്പോൾ തൃശ്ശൂർ സ്വദേശികളായ ഈ 2 യുവാക്കളുടെ അവസ്ഥ, അതിൽ ബിനിൽ മരണപ്പെട്ടു എന്ന കാര്യമാണ് ഒടുവിൽ പുറത്തു വരുന്നത്. എന്തായാലും ബിനിലിൻ്റെ മൃതദേഹം നാട്ടിലെത്തിക്കണം. ഒപ്പം തന്നെ ജെയിനെ കൂടി നമുക്ക് നാട്ടിലെത്തിക്കാനുള്ള ഇടപെടലാണ് വേഗത്തിൽ വേണ്ടത്. ആ ശ്രമങ്ങളൊന്നും വേഗത്തിൽ ഫലം കാണുന്നില്ല എന്ന സാഹചര്യം കൂടി മുന്നിലുണ്ട്.